ശ്രീനാരായണീയരെ, നാണു വാരണപ്പള്ളിയിലെത്തിയിട്ട് 2 വർഷം കഴിഞ്ഞിരിക്കുന്നു. വിദ്യകളെല്ലാം അത്യാവശ്യം അഭ്യസിച്ചു കഴിഞ്ഞു. ഇനിയും ഗുരുനാഥൻ്റെ കയ്യിൽ നാണുവിന് കൊടുക്കാനായി ഒന്നുമില്ല. ആശാൻ അത് പറഞ്ഞപ്പോൾ തൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയായി തനിക്കിനി മടക്കമാണെന്ന് നാണുവിന് മനസ്സിലായി. അങ്ങനെ വീട്ടിലേക്ക് പോകാനിരിക്കവേ നാണുവിന് അതികഠിനമായ രോഗം പിടിപെട്ടു. രോഗം വല്ലാതെ മൂർച്ഛിച്ചു. നാൾക്ക് നാൾ ശരീരമെല്ലാം ശോഷിച്ചു വന്നു. അതിസാരമാണ്. തറവാട്ടുകാരണവരും എല്ലാവരും അടുത്ത് വന്ന് പരിചരിച്ചു, വൈദ്യന്മാരെ വരുത്തി. പക്ഷേ ഒരു കുറവുമുണ്ടായില്ല. നാണുവിൻ്റെ വീട്ടിലറിഞ്ഞപ്പോഴേക്കും അമ്മ കുട്ടിയമ്മയ്ക്ക് വളരെ പരിഭ്രമമായി. അവർ നിലവിട്ട് കരയാൻ തുടങ്ങി. അച്ഛനാണെങ്കിൽ സങ്കടം. അമ്മാവൻ രാവിലെ തന്നെ അവിടുന്ന് യാത്ര തിരിച്ചു. പുലരും മുൻപേ വന്നു. വാരണപ്പള്ളി വന്ന് നാണുവിനെ കൂട്ടിക്കൊണ്ടു പോകാനായി ഒരുങ്ങി. അത്യാവശ്യം കുറച്ച് മരുന്നുകളെല്ലാം കൊണ്ടുവന്ന് കൊടുത്ത് രോഗവിവരങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി പഠിച്ച് ചികിത്സയൊക്കെ നടത്താൻ തുടങ്ങി. നാണുവിൻ്റെ രോഗസ്ഥിതി കണ്ട് വൈദ്യർക്ക് കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകി. പക്ഷെങ്കിൽ നാണുവിന് മാത്രം യാതൊരു പരിഭവമില്ല. അമ്മാവനെ കണ്ടപ്പോൾ വയൽവാരത്തെ വിശേഷങ്ങളെല്ലാം ചോദിച്ചു. കൃഷ്ണൻ വൈദ്യർ കയ്യിൽ കരുതിയ ചില മരുന്നുകളൂടെ കൊടുത്തു. എന്നിട്ട് യാത്ര ചെയ്യാൻ, ആരോഗ്യം വീണ്ടെടുക്കാമെന്ന് പറഞ്ഞു. അതാണ് ഞാൻ ലക്ഷ്യം. ഇനി ചെമ്പഴന്തിയിലേക്ക് മടങ്ങുക. അപ്പോൾ തന്നെ വാരണപ്പള്ളിയിലുള്ള അമ്മമാരും അവിടെ ഉണ്ടാകുന്ന ജീവജാലങ്ങളും സതീർത്ഥ്യരും, എന്തിന് വൃക്ഷലതാദികൾ പോലും അവരെല്ലാം നിശ്ചലരായി നിന്നുപോയി. അവർക്കൊന്നും പറയാനില്ല. നാണു അവിടെ നിന്ന് പോകുന്നത് അവർക്ക് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല. പക്ഷെ നാണു ആരോടും യാത്ര പറഞ്ഞില്ല. വള്ളക്കടവ് വരെ കൂട്ടുകാരെല്ലാം അനുഗമിച്ചു. രോഗം ഭേദമായി കഴിഞ്ഞാൽ വരുമോ എന്ന് ചോദിച്ചു. അതിന് മറുപടിയും പറഞ്ഞില്ല. വരുമെന്നോ വരുവേലെന്നോ ഒന്നും പറഞ്ഞില്ല. വൈദ്യർ നാണുവിനെ പിടിച്ച് വള്ളത്തിലിരുത്തി വലിയൊരു കരിമ്പടമൊക്കെ എടുത്ത് പുതപ്പിച്ചു. എന്നിട്ട് വാരണപ്പള്ളിയിലെ ദിവസങ്ങളൊക്കെ ആവാം നാണു ഇങ്ങനെ ഓർത്ത് നിശ്ചലനായി വെള്ളത്തിൻ്റെ മധ്യത്തിലിരുന്നു. ഇനി ഒരു മടക്കമുണ്ടാകുമോ വാരണപ്പള്ളിയിലേക്ക്? എന്തോ